രാജ്യത്ത് ഈ ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ വളരെ വലിയ ഒച്ചപ്പാടോടുകൂടി കടന്നു വന്നതാണ് ഇന്ത്യ മുന്നണി. അത് ഓരോ ഘടകകക്ഷികളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ശിഥിലമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസ്ഥ തന്നെ നമുക്കറിയാവുന്നതാണ്. മമതാ ബാനർജി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ 8 MLA-മാർ മാത്രമാണ് വന്നത്. അതുപോലെ തന്നെ ആം ആദ്മി അകന്നു കഴിഞ്ഞു, സ്റ്റാലിനും അകലുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി അതില്ലാതാകും അല്ലേ? അതെ, ഇന്ത്യ അലയൻസ് നരേന്ദ്രമോദിയുടെ തേരോട്ടത്തിനെതിരെ, അല്ലെങ്കിൽ അതിൻ്റെ നരേന്ദ്രമോദി 2 പാർലമെൻറ്റ് ഇലക്ഷനിൽ വൻ വിജയം നേടി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരകളിലുണ്ടായ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് 2023 കർണാടക മുഖ്യമന്ത്രി കൺവീൻ ചെയ്തുകൊണ്ടുള്ള സിദ്ധാരാമയ്യ, കോൺഗ്രസിൻ്റെ സിദ്ധാരാമയ്യ ആണത് ഹോസ്റ്റ് ചെയ്തത്. ഒരു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, അതിൽ കേരളത്തിലെ CPM ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇന്ത്യ അലയൻസ്, അതായത് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ആൻഡ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ്, അതിനെയാണ് ഷോർട്ട് ഫോമിൽ ഇന്ത്യ എന്നവർ ഉപയോഗിക്കുന്നത്. ആ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2004 തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ NDA ഗവൺമെൻറ്, അതായത് വാജ്പേയി ഗവൺമെൻറ് പരാജയപ്പെട്ടു. അന്ന് പ്രതിപക്ഷ നിരയിൽ പോസ്റ്റ് പോൾ അലയൻസ് ആയിട്ട് UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നുള്ള ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, സോണിയാഗാന്ധി ചെയർമാനുമായിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് 10 വർഷം UPA സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ആ UPA സംവിധാനം 2014 ദയനീയമായി പരാജയപ്പെടുക മാത്രമല്ല, കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം പോലും ലഭിക്കാതെ പോയി. 42 സീറ്റ് ലഭിച്ച് കോൺഗ്രസ് പുറകിലേക്ക് പോയി. അപ്പോൾ അത്തരം ഒരു പരാജയം വന്നു. 2019 BJP മുന്നണി കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്നു. അപ്പോൾ കോൺഗ്രസിന് വീണ്ടും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഔദ്യോഗികമായി ലഭിക്കാതെ രണ്ടാമത് തിരഞ്ഞെടുപ്പും കടന്നുപോയി. അപ്പം ആ ഒരു പശ്ചാത്തലത്തിലാണ് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നിരകളിലൊരു പുതിയ ഉണർവുണ്ടായി. അപ്പോൾ 2024 തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസ് റിവൈവ് ചെയ്തു. അത് ദേശീയ തലത്തിലൊരു തരംഗമുണ്ടാക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൽ വലിയ റോളെടുത്ത ആൾക്കാർ അന്ന് RJD ഉണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്, അതുപോലെ സ്റ്റാലിൻ്റെ DMK. സ്റ്റാലിനാണ് അതിൻ്റെ പ്രധാന വക്താവായിരുന്നു. അപ്പോൾ മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും ഒക്കെ അതിൽ 2ാം നിരയിലാണ് നിന്നത്. കാരണം അവർ അന്ന് മുന്നിൽ വന്നില്ല, അവർക്ക് കോൺഗ്രസുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതുപോലെ NCP, ശരത് പവാറിൻ്റെ NCP, അതുപോലെ ശിവസേന. അപ്പോൾ ഈ പ്രധാന പാർട്ടികൾ, പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ പലതും കുടുംബാധിപത്യ പാർട്ടികളാണ്. അത് സമാജ്വാദി പാർട്ടിയും RJDയും NCPയും ശിവസേനയും DMKയും കോൺഗ്രസിനും ഒക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ ഒഴിച്ച് ബാക്കിയെല്ലാം JMM ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും കുടുംബാധിപത്യത്തിൽ നിൽക്കുന്ന പാർട്ടികളാണ് ഈ ഇന്ത്യ അലയൻസിലൂടെ മുന്നോട്ട് വന്നത്. അപ്പം ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യ അലയൻസിന് കഴിഞ്ഞു. ആ അലയൻസിന് ഒരു നേട്ടമുണ്ടാകുമെന്ന് നമ്മളൊക്കെ കരുതാൻ കാരണമായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP താഴോട്ട് പോയി എന്നുള്ളതാണ്. BJPക്ക് അതിന് മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPയുടെ സീറ്റുകൾ കുറഞ്ഞു. 242 സീറ്റിലേക്ക് BJP താഴ്ന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഗവൺമെൻറ് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്, പക്ഷേ തുടർന്നു എന്നുള്ളതാണ്. എന്നാൽ പോലും BJPക്ക് ഒരു ക്ഷീണമുണ്ടായി. അപ്പം ഇന്ത്യ അലയൻസ് ഇന്ത്യയിൽ വലിയ പ്രതിപക്ഷ നിരകളിൽ വലിയ പ്രതീക്ഷ ഉയർത്തിയിരുന്നു. മാത്രമല്ല, പാർലമെൻറ്റിനകത്ത് ലോക്സഭയിൽ ഈ ഇന്ത്യ അലയൻസ് ശക്തമായ ബ്ലോക്കായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നത്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതിനൊരു വലിയൊരു മാരകമായ വീഴ്ച ഇന്ത്യ അലയൻസിനുണ്ടാകും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തകർച്ചയാണ് ഇന്ത്യ അലയൻസിനുണ്ടായത്. അതിന് പ്രധാന കാരണം അതിൻ്റെ ലീഡിംഗ് പാർട്ടികളിലെ ആഭ്യന്തര സംഘർഷമാണ്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് അതിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു കോർഡിനേറ്ററായിട്ട് പ്രതിപക്ഷ നിരകളിൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലോ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു ഓപ്പോസിഷൻ ലീഡറാകാനോ പരാജയപ്പെട്ടു. സമാന്തരമായിട്ട് ഇതിലെ പ്രധാന ഘടകകക്ഷികളെല്ലാം തന്നെ ആഭ്യന്തര സംഘർഷമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ ശിവസേന, വളരെ ശക്തമായ ഒരു പ്രാദേശിക പാർട്ടിയാണ്. ശിവസേനയുടെ താക്കറെ, അതായത് കുടുംബാധിപത്യത്തിനെതിരായിട്ട് ഷിൻഡെ പക്ഷം വരുന്നു. അങ്ങനെ ശിവസേനയുടെ കുടുംബം പുറത്തു പോവുകയും യഥാർത്ഥ ശിവസേനയായിട്ട്, അംഗീകൃത ശിവസേനയായിട്ട്
റബൽ പാർട്ടിയായിട്ടുള്ള ഷിൻഡെയുടെ പാർട്ടി വരികയും ചെയ്തു. സമാന്തരമായിട്ട് ശരത് പവാറിൻ്റെ നേതൃത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCPയിലുണ്ടായ വിപ്ലവം, അവിടെയും കുടുംബാധിപത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ റബൽ വിഭാഗം അംഗീകൃത NCP ആയി മാറി. അതേ പ്രശ്നമാണ് ഇപ്പോൾ TMCക്ക് ഉണ്ടായത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ നേതൃത്വത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാപകയായിട്ടുള്ള മമതാ ബാനർജിയെ റിജക്റ്റ് ചെയ്തുകൊണ്ട് സമാന്തര പാർട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ TMCയിലും NCPയിലും ശിവസേനയിലും ഒരേ രോഗമാണ് ബാധിച്ചത്. അവരുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ ആ കുടുംബാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് റബൽ വിഭാഗങ്ങൾ വരുന്നു. അതുപോലെ തന്നെയാണ് ശക്തമായി ഒരു മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് സ്റ്റാലിൻ. അപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ ദയനീയമായി പരാജയപ്പെടുന്നു. കേരളത്തിലെ CPM-ൻ്റെ അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ മന്ത്രിസഭ പിണറായി വിജയൻ പരാജയപ്പെടുന്നു. പശ്ചിമ ബംഗാളിൽ TMCയുടെ പരാജയം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ അലയൻസിലെ ഘടകകക്ഷികളെല്ലാം തന്നെ ദുർബലമാകുകയും ചെയ്യും. ഇടതുപക്ഷം പൂർണ്ണമായിട്ടും രംഗത്ത് നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച NCPയും ശിവസേനയും TMCക്കും ഉണ്ടായ പ്രശ്നം. അതുപോലെ ആം ആദ്മി പാർട്ടി വലിയ പ്രതീക്ഷ നൽകി വന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ജനങ്ങൾ വലിച്ചെറിഞ്ഞു. പക്ഷേ പഞ്ചാബിൽ തൽക്കാലം പിടിച്ചു നിൽക്കുന്നു ഒരു സ്റ്റേജ് മാത്രമുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ RJD ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അപ്പം നിരന്തരമായ പരാജയം ഏറ്റുവാങ്ങി RJD 2 പതിറ്റാണ്ടിലധികമായി RJD ബീഹാറിൽ നിൽക്കുകയാണ്. സമാജ്വാദി പാർട്ടി ലോകസഭയിൽ കുറച്ച് നേട്ടമുണ്ടാക്കി, പക്ഷേ വരുന്ന നിയമസഭയിൽ അത് നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രതിപക്ഷ നിരയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പിൽ, അതായത് പ്രാദേശിക തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ജാർഖണ്ഡ് മുക്തി മോർച്ച മറ്റൊരു പ്രധാന ഭരണകക്ഷിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭാ സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ, അവിടെ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ചയും കൂടെയാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്, പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ ജാർഖണ്ഡ് മുക്തി മോർച്ച തയ്യാറായില്ല. 2 സീറ്റുകൾക്കും JMM തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഇന്ത്യ അലയൻസ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് DMK മുന്നണി പരാജയപ്പെട്ടു. അപ്പം നമ്മൾ ഇന്ത്യ അലയൻസിൻ്റെ സമ്പൂർണ്ണ രൂപം പ്രായോഗത്തിൽ വന്ന ഏക സംസ്ഥാനം തമിഴ്നാടായിരുന്നു. അതിൽ കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് ചെറു പാർട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് അണിനിരന്ന ഒരു ഫ്രണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്തത് തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു. അപ്പം സ്റ്റാലിൻ്റെ പരാജയം റിസൾട്ട് വന്ന് 4-ാം തീയതി 6 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് ഈ DMKയോട് ചർച്ച ചെയ്യാതെ വിജയുടെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കും. അപ്പോൾ അത് DMK നേതൃത്വം ശക്തമായി അപലപിക്കുകയും കോൺഗ്രസിനെ വഞ്ചകരെന്ന് പ്രഖ്യാപിക്കുകയും, മാത്രമല്ല അടുത്ത ദിവസം തന്നെ ലോകസഭാ സ്പീക്കർക്ക് ഇന്ത്യ അലയൻസിൽ നിന്ന് പുറത്ത് പ്രത്യേക ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അതായത് അടുത്ത ലോകസഭാ സമ്മേളനത്തിൽ DMK ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഇരിക്കാൻ പോകുന്നത് പ്രത്യേക വിഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് അത് തീർച്ചയായിട്ടും NDAക്കുള്ളൊരു വിജയമാണ്. കാരണം പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തമായ പോരാളിയായ ഒരു പാർട്ടി, അതായത് BJPയെ ആശയപരമായിട്ടും ഹിന്ദിയും വടക്കേ ഇന്ത്യയൊക്കെ പറഞ്ഞ് എപ്പോഴും മുന്നിൽ വരുന്നൊരു പ്രസ്ഥാനം സൈഡ് ലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യ അലയൻസിന് പുറത്തേക്ക് പോയി ഒരു ഭാഗത്ത്. അതുപോലെ തൃണമൂൽ കോൺഗ്രസിലും വലിയൊരു വിപ്ലവം നടക്കാൻ പോവുകയാണ്. അവിടുത്തെ MP-മാർ വേറൊരു ഗ്രൂപ്പായി മാറുകയാണെങ്കിൽ അതും ഇന്ത്യ അലയൻസിനെ ലോകസഭയിൽ, അതായത് സഭയ്ക്കകത്തും ഇന്ത്യ അലയൻസിൻ്റെ ശക്തി ക്ഷയിക്കുന്ന സാഹചര്യം. നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള പരാജയം മാത്രമല്ല, ലോകസഭയിലെ പ്രതിപക്ഷ നിരയിൽ ഒന്നിച്ചു നിന്ന ഇന്ത്യ അലയൻസ് വിഭജിച്ച് നിൽക്കുന്ന ഇന്ത്യ അലയൻസ് ആയിട്ട് മാറുകയും അവരുടെ സ്റ്റേറ്റുകൾ, പ്രധാനമായിട്ട് പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം, ഡൽഹിയിൽ നേരത്തെ ഉണ്ടായ പരാജയം, ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ അലയൻസിന് BJPക്ക് ബദലായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ്. കാരണം മുന്നണി ബന്ധങ്ങളെ മാനിക്കാനോ അല്ലെങ്കിൽ അതിലെ പ്രതിസന്ധി വരുമ്പോൾ അതിനെ ചർച്ചയിലൂടെ പരിഹരിച്ച് ഒരു അലയൻസ്, കാരണം NDA എന്ന് പറയുന്ന ഒരു മുന്നണി പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അത് ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ NDAക്കകത്ത് നിന്ന് ചില പാർട്ടികൾ പുറത്തു പോയിട്ടുണ്ട്.
അതിന് പുതിയ പാർട്ടികൾ തിരിച്ചു വരാം. പക്ഷെ എന്നാൽ പോലും ഒരു അലയൻസ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം. അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാലോ, ഇടതുമുന്നണിയും UDFും പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിൽക്കുന്നത് ഒരു മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറല്ല. കോൺഗ്രസിന് മേൽക്കോയ്മയുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇന്ത്യ അലയൻസ് പാർട്ട്നേഴ്സിനെ കോൺഗ്രസ് ഒരിക്കലും ഉൾക്കൊള്ളുകയുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടകം താമസിയാതെ ഇലക്ഷൻ വരും. അടുത്ത വർഷം ഇലക്ഷൻ വരികയാണ്. കോൺഗ്രസ്സിന് അവിടെ തിരിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിലവിൽ തന്നെ അവർ ഇന്ത്യ അലയൻസ് പാർട്ട്നേഴ്സിനെ ഉൾക്കൊള്ളിക്കുന്നില്ല. എന്നാൽ മറ്റ് മേഖലകളിൽ പ്രാദേശിക പാർട്ടികളോടൊപ്പം നിന്ന് നേട്ടം കൊയ്യുന്ന കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മര്യാദകൾ പാലിക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയാണ് ഇന്ത്യ അലയൻസിൻ്റെ തകർച്ചയോടെ. അതിന് ഒരു നേതൃത്വം നൽകാനായിട്ട് ഇപ്പം തന്നെ വരുന്ന ദിവസം നടക്കുന്ന ഇന്ത്യ അലയൻസിൻ്റെ നേതൃത്വ സമ്മേളനത്തിൽ NCP പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ മമതാ ബാനർജി പങ്കെടുക്കുമായിരിക്കാം. പക്ഷേ മമതാ ബാനർജി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട 80ഓളം പേരിൽ വെറും 8 പേരുള്ള MLA പിന്തുണയുള്ളവർക്ക്. അപ്പം അതുകൊണ്ട് ഇന്ത്യ അലയൻസ് CPM-ഉം ആ തരത്തിൽ കാര്യമായ റോൾ എടുക്കാൻ സാധ്യതയില്ല. അപ്പം ഇന്ത്യ അലയൻസ് ഒരർത്ഥത്തിൽ ചരമമടഞ്ഞു എന്ന് വേണം കരുതാൻ. അപ്പം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ പോകുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ഗുണപരവുമല്ല. അപ്പം ഞാനതിനെ അതുകൊണ്ടൊരു ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ ഇന്ത്യ അലയൻസിൻ്റെ തകർച്ച. രാഷ്ട്രീയമായി ജയവും തോൽവിയും ഒക്കെ ഏതൊരു പാർട്ടികൾക്കുണ്ടാകും. പക്ഷേ മുന്നണി എന്നുള്ള തലത്തിൽ കെട്ടുറപ്പോടെ നിൽക്കുന്നതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് കഴിയാതെ പോയി. അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പരാജയം കൂടെയാണ്.